ട്രാക്കിനെ തീപിടിപ്പിക്കാൻ ഇനി റോക്കറ്റില്ല. പോക്കറ്റ് റോക്കറ്റ് എന്ന് ആരാധകർ വിളിക്കുന്ന ജമൈക്കൻ സ്പ്രിന്റ് ഇതിഹാസം ഷെല്ലി ആൻ ഫ്രേസർ തന്റെ ജീവവായുവായ ട്രാക്കിനോട് വിട പറയുകയാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് വരെയേ ഇനി ട്രാക്കിലുണ്ടാകും. 37-ാം വയസ്സിലാണ് വിരമിക്കലെങ്കിലും പ്രഖ്യാപനം കായിക ലോകത്തെ ഞെട്ടിച്ചു. കാരണം വെറും 2 വർഷങ്ങൾക്ക് മുൻപ് 35-ാം വയസ്സിലാണ് ഷെല്ലി ഒളിമ്പിക് സ്വർണം കഴുത്തിലണിഞ്ഞ് ട്രാക്കിനെ അമ്പരപ്പിച്ചത്. പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് എല്ലാ അർത്ഥത്തിലും തെളിയിച്ച അത്ലറ്റിക്സിലെ എക്കാലത്തെയും വലിയ താരങ്ങളിലൊരാൾ. അമേരിക്കൻ മാഗസിനായ എസൻസിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഷെല്ലി തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇനിയുള്ള സമയം കുടുംബത്തിനൊപ്പം ചിലവഴിക്കാനാണ് തീരുമാനം. 1.5 പതിറ്റാണ്ട് നീണ്ട ഓട്ടത്തിന് ഇതോടെ ബ്രേക്ക്. 2008 മുതൽ ഭർത്താവുമായി ഒരുമിച്ചാണ്. ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത്. ഇനിയുള്ള സമയം മകന് വേണ്ടിയും മാറ്റിവെക്കണം. ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഷെല്ലി പറഞ്ഞത്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ 100 മീറ്റർ ശരവേഗം ഓടിത്തീർത്തപ്പോൾ കഴുത്തിലണിഞ്ഞത് ആദ്യ ഒളിമ്പിക് മെഡൽ. അപ്പോൾ പ്രായം വെറും 22. ഇതേ ഇനത്തിൽ 2012 ഒളിമ്പിക്സിൽ വീണ്ടും സ്വർണം. തീർന്നില്ല, ദൂരം കൂടുന്തോറും റോക്കറ്റ് കണക്കെയാണ് നേട്ടങ്ങളും. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ 400 മീറ്റർ റിലേയിൽ 2 സ്വർണം. 5 തവണ ലോക അത്ലറ്റിക് ചാമ്പ്യൻ. 100, 200, 400 മീറ്റർ റിലേ വിഭാഗങ്ങളിൽ സ്വർണം. 2022 യൂജിനിയിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുമ്പോൾ പ്രായം 35. ഇതോടെ ഈ നേട്ടത്തിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി. 100, 200 മീറ്ററിൽ ഷെല്ലിയുടെ ഏറ്റവും മികച്ച പ്രകടനം വന്നത് 2021 100 മീറ്ററിൽ വനിതകളിൽ ഒളിമ്പിക് സ്വർണം നേടുന്ന ആദ്യ ജമൈക്കൻ വനിതയും 100 മീറ്ററിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ താരവും വൺ ആൻഡ് ഓൺലി ഷെല്ലി തന്നെ. ചുരുക്കി പറഞ്ഞ ട്രാക്കിലെ പ്രതിഭ. 2009 ഉത്തേജന മരുന്ന് പരിശോധനയിൽ കുടുങ്ങി 6 മാസത്തെ വിലക്ക് നേരിട്ടു. എങ്കിലും തളർന്നില്ല. തന്റെ എൻജിൻ മരുന്നിലല്ല കരുത്തിലാണ് ഓടുന്നതെന്ന് പിന്നീടുള്ള വർഷങ്ങളിൽ തെളിയിച്ചു. പോക്കറ്റ് റോക്കറ്റ് എന്നല്ലാതെ മമ്മി റോക്കറ്റ് എന്ന പേര് കൂടെയുണ്ട് ഷെല്ലിക്ക്. 2019 ലോക ചാമ്പ്യൻഷിപ്പിൽ കുഞ്ഞിനെ ട്രാക്കിലിരുത്തി ലാളിക്കുന്ന ചിത്രമായിരുന്നു അതിന് പിന്നിൽ. അങ്ങനെ അസാധ്യമെന്ന് തോന്നിച്ച ഓരോ പടവുകളും കയറിയാണ് സ്പ്രിന്റിലെ ഇതിഹാസം മടങ്ങുന്നത്.